രാജ്യത്ത് എത്തനോൾ ചേർത്ത പെട്രോളിന് നികുതി ഇളവുമായി കേന്ദ്ര സർക്കാർ 22 മുതൽ 30% വരെ എത്തനോൾ ചേർത്ത പെട്രോൾ വിഭാഗങ്ങൾക്ക് എക്സൈസ് നികുതി പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. രാജ്യത്ത് ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറച്ച് ബദൽ ഇന്ധനം പ്രോത്സാഹിപ്പിക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കങ്ങളുടെ ഭാഗമായാണ് സുപ്രധാനമായ ഒരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായിരിക്കുന്നത്. E22, E25, E27, E30 എന്നീ പെട്രോളുകൾക്കാണ് നികുതി ഇളവ് ബാധകമാവുന്നത്. E22 ഇന്ധനത്തിൽ 78% പെട്രോളും 22% എത്തനോളുമാണ് ഉൾപ്പെടുന്നത്. ഇതിൽ E25ൽ 75% പെട്രോളും 25% എത്തനോളും, E27ൽ 73% പെട്രോളും 27% എത്തനോളുമാണ്. കൂടാതെ E30ലേക്ക് എത്തുമ്പോൾ 70% പെട്രോളും 30% എത്തനോളുമാണ് ഉൾപ്പെടുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ 7 രൂപയിലധികം വർധനവുണ്ടായതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നിർണായകമായ ഒരു നീക്കമുണ്ടായിരിക്കുന്നത്. ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യമായ ഇന്ത്യ എത്തനോൾ ചേർത്ത പെട്രോളിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിച്ച് ഇറക്കുമതി കുറയ്ക്കാനുള്ള നീക്കം അത് നടത്തുന്നതിനിടെയാണ് എക്സൈസ് നികുതിയിൽ ഇളവ് വരുത്തിയത്. അടുത്ത 85% എത്തനോളും 15% പെട്രോളും കലർന്ന E85 ഇന്ധനം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ദില്ലിയിലെ പൊതുമേഖലാ പമ്പുകളിലാണ് E85 ഇന്ധനം ലഭ്യമാവുക. രാജ്യത്ത് ഈ വർഷം 100ഓളം പമ്പുകൾ കൂടി ആരംഭിക്കാനും കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണ പെട്രോളിനേക്കാൾ 20% വില കുറവാണ് E85 ഇന്ധനത്തിന്റെ പ്രത്യേകത. വ്യാഴാഴ്ചയും എണ്ണ കമ്പനികൾ പെട്രോൾ ഡീസൽ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തിയിരിക്കുകയാണ്. പ്രധാന മെട്രോ നഗരങ്ങളിലെ വിലകളിൽ വെച്ച് നോക്കുമ്പോൾ നിലവിലുള്ള നിലവാരത്തിൽ തന്നെ തുടരുകയാണ്. ചില്ലറ ഉപഭോക്താക്കൾക്ക് ഒരു പരിഷ്കരണവും പ്രഖ്യാപിച്ചിട്ടില്ല. ഗതാഗത ഇന്ധനങ്ങളിൽ എത്തനോൾ മിശ്രിതം വിപുലീകരിക്കുന്നതിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്താണ് ഈ ഒരു നീക്കം. ഉയർന്ന അളവിൽ എത്തനോൾ അടങ്ങിയ പെട്രോൾ മിശ്രിതങ്ങളുടെ എക്സൈസ് തീരുവ കേന്ദ്രം ഒഴിവാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് E22, E25, E27, E30 ഇന്ധനങ്ങളിൽ. ഈ മിശ്രിതങ്ങളിൽ പെട്രോളുമായി കലർത്തിയ 22% മുതൽ 30% വരെ എത്തനോൾ അടങ്ങിയിരിക്കുകയാണ്. ശുദ്ധമായ ഇന്ധനങ്ങൾ സ്വീകരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക, അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കുക, ഇന്ത്യയുടെ ജൈവ ഇന്ധന പദ്ധതിയെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത്. മിക്ക ഇന്ധന സ്റ്റേഷനുകളിലും വിൽക്കുന്ന സാധാരണ പെട്രോളിന് ഈ അളവ് ബാധകമല്ല. സ്റ്റാൻഡേർഡ് പെട്രോളിന് പകരം എത്തനോൾ അടങ്ങിയ ഇന്ധന മിശ്രിതങ്ങളെ ലക്ഷ്യം വെച്ചാണ് പുതിയ എക്സൈസ് തീരുവ ഇളവ് നൽകുന്നത്. നിലവിൽ ഈ ഇന്ധനങ്ങൾ അനുയോജ്യമായ എഞ്ചിനുകൾക്കും ഫ്ലഡ് ഇന്ധന വാഹനങ്ങൾക്കും വേണ്ടിയുള്ളതിനാൽ നികുതി ആനുകൂല്യം പ്രധാനമായും ബോർഡിന് ഉടനീളം ചില്ലറ ഇന്ധന കുറയ്ക്കും, അല്ലെങ്കിൽ ആ ഒരു വിലയിൽ ഇന്ധനവില കുറയ്ക്കാൻ ഇതിന് സാധിക്കുമെന്നാണ് പറയുന്നത്. പകരം എത്തനോൾ സ്വീകാര്യത വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയെ ആശ്രയിക്കുന്നത് അത് കുറയ്ക്കുന്നതിനൊപ്പം ശുദ്ധമായ ഊർജ്ജ ബദലുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ വിശാലമായ ഒരു തന്ത്രം. ഉയർന്ന എത്തനോൾ മിശ്രിതം ഊർജ്ജ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് ഒരു പ്രധാന കാരണമാകും. കൂടാതെ വലിയ രീതിയിലുള്ള ഒരു പുക മലിനീകരണ പ്രശ്നങ്ങൾ, വായു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കാം. കൂടാതെ ഘട്ടം ഘട്ടമായി, അതായത് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനകം തന്നെ പൂർണ്ണമായി പെട്രോൾ ഡീസൽ ഉപയോഗിക്കുന്നത് പൂർണ്ണമായി മാറി വാഹനങ്ങളിൽ എത്തനോൾ 100% എത്തനോൾ ഉപയോഗിക്കുക. അതിനുവേണ്ടിയാണ് 50%വും ഇപ്പോൾ 60%വും 80%മായി ഘട്ടം ഘട്ടമായി ഇപ്പോൾ എത്തനോൾ വാഹനങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ നടക്കുന്നത്.